ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കക്കി ഫ്രൈ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ കക്കി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ അത് വേറൊരു അർത്ഥമാവുമെങ്കിലും ഇവിടെ അത് ഓയിസ്റ്റർ എന്നാണ് പറയണത്. അപ്പോൾ ഓയിസ്റ്റർ ഫ്രൈ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ആൻഡ് ഓയിസ്റ്റർ ഫ്രൈസ് ആക്ച്വലി സീസൺ ഇൻ സ്പ്രിങ്. അപ്പോൾ കറക്റ്റ് സ്പ്രിങ് ടൈമിലാണ്. ആൻഡ് ലുക്ക് വി ഹാവ് ഹിയർ അപ്പോൾ ടിയാഗോനെ നമ്മൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാനും മേഘയും സാൻഡ്രയൊക്കെ കൗബത്ത് സാൻഡിൻ്റെ കൂടെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഇവനോടും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹീസ് ഓൾസോ ഹിയർ. അപ്പോൾ അതിനുള്ളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുകയാണെങ്കിൽ ഇത് ഫുൾ ക്യൂ ആണ്. 6 മണിക്കാണ് ഷോപ്പ് തുറക്കുക. ഇപ്പോൾ ഒരു 5:45 അപ്പോൾ ക്യൂ ആണ്. കുറച്ച് നല്ല ടൈം എടുക്കും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ബട്ട് ലെറ്റ്സ് സീ. Kawabats and say hi പറ. Hi. Hi. So because of that, he started like. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇവിടുത്തെ മെനു ആണ്. എബി ഫ്രൈയും നമ്മുടെ ഇതാണ് ഇവിടെ കക്കി ഫ്രൈ എന്ന് എഴുതി വെച്ചേക്കണത്. പിന്നെ ഊദോൻ ഉണ്ട്. അങ്ങനെ പല പല ഡിഷസ് ഉണ്ട്. Are you excited for kaki fry? Are you gonna order kaki fry? What about you? Same. First time having kaki fry? No, egg fry is not first time. Here is the first time. Oh, okay. So I don't know how is this. Let's see. അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരിയിടണം. നിലത്താണ് ഇരിക്കുക. ഇതാണ് ഒരു ഇത്. എനിക്കങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് മെനു. പക്ഷെ മലയാളത്തിൽ കക്കി ഫ്രൈ എന്ന് പറയുമ്പോൾ എന്തോ പോലെയല്ലേ. ആണ് ഇവിടുത്തെ വെറ്റ് ടിഷ്യൂസ്. മോസ്റ്റ്ലി ഇപ്പം എല്ലാവർക്കും അറിയാനുണ്ടാവും വൈ വി ഹാവ് വെറ്റ് ടിഷ്യൂ. നമ്മൾ ആദ്യം ഇങ്ങനെ പോയിട്ട് വാഷ് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ വെറ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് കൈയൊക്കെ തുടയ്ക്കുക. ഇസ് ഇറ്റ് കോൾഡ് ഓർ ഹോട്ട്? ഹോട്ട്. അപ്പോൾ നമ്മുടെ വിൻ്ററിൽ ദേ ഗിവ് ഹോട്ട് ആൻഡ് സമ്മറിൽ ദേ ഗിവ് കോൾഡ്. അങ്ങനെ. സോ ഗൈസ്, അപ്പോൾ ഓയിസ്റ്റർ ഫ്രൈ ആണല്ലോ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നേക്കണം. ഞാൻ ഇനി മുന്നേ ഓയിസ്റ്റർ ഫ്രൈ കഴിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് 2 years ബാക്ക്. എന്നിട്ട് 1 year ബാക്ക് മേഘ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല, തീർന്നു പോയി. പിന്നെ വീണ്ടും ദിസ് ടൈം കറക്റ്റ് സീസണുള്ള സമയത്ത് ഓൾറെഡി നോക്കി വെച്ച് നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നേക്കാം. എനിവേസ്, എനിക്ക് ഓയിസ്റ്റർ കഴിക്കുന്നത് ഒരിത്തിരി സീനാവും ശേഷം. അതായത് അധികം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓയിസ്റ്റർ ഫ്രൈ കഴിക്കാനില്ല. ഇവരെല്ലാവരും 4 പേരും ഓയിസ്റ്റർ ഫ്രൈ ഫുൾ സെറ്റാണ് പറഞ്ഞേക്കണത്. ഞാൻ അതിന് പകരം എബി ഫ്രൈ ആണ് പറഞ്ഞേക്കണത്. അപ്പോൾ എബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് ആണ്. അപ്പോൾ പ്രോൺസ് ഫ്രൈ. അപ്പോൾ എങ്ങനെയാണ് വന്നിട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ ഇൻ ദ മീൻ വൈൽ നമുക്ക് നല്ല ജാപ്പനീസ് ടീ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വെരി ഏസ്റ്റിക് കപ്പ്. കുറച്ച് കൊടുത്തേക്കാം. സാധാരണ ഒരു ജാപ്പനീസ് ടീ, കട്ടൻ ചായ പോലെ, പക്ഷെ മാത്രമല്ല അങ്ങനെ. ബട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങനെ. എടാ, കൗബത്സാൻ പണ്ടത്തെ ജിംനാസ്റ്റിയാണ്. മേഘ നിന്റെ കാണിച്ച്. ഇപ്പോൾ മേഘയും സാൻഡ്രയും നെക്സ്റ്റ് വീക്ക് ദേ ആർ ഗോയിങ് ടു വാച്ച് F1 വേണ്ടി പോവാണ്. ജപ്പാനിലുള്ള F1 റേസിന്. ആർ യു എക്സൈറ്റഡ്? ഞാൻ പോണില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ വ്ളോഗ് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. മേഘേനെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും. താങ്ക്സ്. This looks so good. So good. ഓക്കെ, അപ്പോൾ സാൻഡ്രയുടെ എന്ന് മാത്രമല്ല അവരുടെ 4 പേരുടെയും ഡിഷ് ഇതാണ്. അപ്പോൾ ഇതാണ് ഓയിസ്റ്റർ ഫ്രൈ സംഭവം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയാണ് മീസോ സൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ദേ ഹാവ് എൻ ഓയിസ്റ്റർ സോസ്. പിന്നെ ദേ ഓൾസോ ഹാവ് പിക്കിൾ
ആൻഡ് ദിസ് ഇസ് ദ മെയിൻ ഡിഷ് കക്കി ഫ്രൈ ആൻഡ് റൈസ്. പിന്നെ ഇത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള മയോ ആണ്. ആൻഡ് അത് അവർ പ്ലേസ് ചെയ്തേക്കേണ്ട ഒരു ഓയിസ്റ്റർ ഷെല്ലിലാണ്. നോക്കൂ ഗൈസ്. സോ ഇതാണ് സംഭവം. ആൻഡ് സാൻഡ്രയുടെയും മേഘയുടെയും എല്ലാവരുടെയും കണ്ണ് തള്ളിയിരിക്കുകയാണ് ബിക്കോസ് ദേ ആർ സോ എക്സൈറ്റഡ് ടു ഹാവ് ഇറ്റ്. എനിവേസ് എല്ലാവരുടെയും കൂടി ഒരുമിച്ച് വന്നിട്ട് we'll start. അപ്പോൾ എൻ്റെയും കുറേ നേരത്തെ വെയിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡിഷ്. 2 വലിയ ചെമ്മീൻ. ഞാൻ ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരട്ടെ. എന്നെയും കൂടി എടുക്കണം മേഘ. അപ്പോൾ ഇതാണ് നമ്മുടെ എബി ഫ്രൈ. ഞാൻ റൈസ് ഓർഡർ ചെയ്തില്ല. ഞാൻ എന്താ പറയുക, ഈ മെയിൻ ഡിഷ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അതുകൊണ്ട് റൈസും പിന്നെ ബാക്കിയുള്ള സാധന സാമഗ്രികളൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. എനിവേസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. How is it? How is it, Sandra? Happy? ഇതിനകത്ത് കുറവാണ് ആന്തീസ്ക വക്കാരി മാസ്ക ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ട്രൈ ദ പ്രോൺസ്. ഇതെങ്ങനെ കഴിക്കാവാ? കുറവാ ദോയാത്തി തവേ മാസ്ക കൊക്കോ. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് കക്കി ഫ്രൈ കഴിക്കാത്തതിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ്. ഓൾമോസ്റ്റ് 8 ഓയിസ്റ്റർ ഉണ്ടല്ലേ. വെരി ഗുഡ് ക്വാണ്ടിറ്റി ഓൾസോ. 8 ഓയിസ്റ്റേഴ്സ് ഉണ്ട്. ദേ എൻ്റെ ചെമ്മീൻ ഇരിക്കുന്നു. ഇതാണ് അവർ ബില്ല് എഴുതി തന്നെ. അവരുടെ ഓയിസ്റ്റർ ഫ്രൈക്ക് ഇറ്റ് വാസ് 1500 ആൻഡ് എൻ്റെ എബിക്ക് ഇറ്റ്സ് 1150 ബിക്കോസ് റൈസ് ഇൻക്ലൂഡഡ് അല്ല. എനിവേസ് നമുക്ക് പേ ചെയ്യാം. ഹായ്, അരിയാത്ത ഗോസൈമാസ്. ഇതാണ് ഈ കടയുടെ പേര്. കുറവാ നാൻതോ യുമി മാസ്ക കക്കി ഫുനെ. അതായത് ഓയിസ്റ്റർ ബോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കക്കി ഫുനെ. ഇവിടുത്തെ വിൻ്ററൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റ് ഒരു സ്പ്രിങ് സീസണാണ്. ജപ്പാൻ എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്പ്രിങ് അല്ലെങ്കിൽ ചെറി ബ്ലോസം പിക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ സീസണാണ് ഇപ്പോൾ. ഇൻ 2 വീക്സൊക്കെ കറക്റ്റ് ചെറി ബ്ലോസം ആവും. അപ്പോൾ നല്ലൊരു വെതർ. ഇപ്പോൾ രാത്രി അത്ര തണുപ്പില്ല. ഇറ്റ്സ് ഗുഡ് വെതർ. ലൈറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് ഇതിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞ പോലെ സാക്കുറ ഫ്ലവേഴ്സാണത്. സോ ബ്യൂട്ടിഫുൾ. കബത്സാൻ്റെ പുതിയ കാർ. അപ്പോൾ അടുത്തത് നമ്മൾ ലാമു എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണത്. ടെക്നിക്കലി ലാമു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിലും ഇത് വേറെ തന്നെ ലാമു ആണ്. ആൻഡ് പുള്ളിക്കാരി പറഞ്ഞത് ഇവിടെ കുറച്ചും കൂടിയും എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നാണ്. എനിവേസ് നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ഈ പാട്ടാണ് നമ്മൾ ലാമുവിലും കേൾക്കാറ്. സെയിം പാട്ട്. പഴം വേണ്ടല്ലോ. പഴം വീട്ടിലുണ്ട്. ഓക്കെ. 3 ടൊമാറ്റോൻ്റെ വില ഞാൻ കാണിച്ചു തരാം. 260 yen. റീസെൻ്റ്ലി വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വിലയാണ്. എന്താ നമ്മുടെ വിൻ്റർ ആയതുകൊണ്ട്. എനിവേസ് ബ്രൊക്കോളി നമുക്ക് വില കുറവിന് കിട്ടിയുണ്ട്. ഒരു ബ്രൊക്കോളി എടുക്കാം. 138 yen ഫോർ ബ്രൊക്കോളി. ഡോസ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ 4 പാക്കായിട്ട് എടുക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് 400 yen ഉണ്ട്. ബട്ട് സ്റ്റിൽ
ഇറ്റ്സ് വെരി ടേസ്റ്റി ആവക്കാഡോ ഷേക്ക് അടിച്ചു കുടിക്കാൻ ആൻഡ് ഹെൽത്തി. അപ്പോൾ ഒരു ആവക്കാഡോ ഇങ്ങനെ ഓൾമോസ്റ്റ് കുറച്ച് പഴയതായതല്ലേ. 60 yen കേട്ടോ ഒരു ഓറഞ്ചിന്. 64 yen. എന്തായാലും നമ്മൾ എടുക്കണില്ല, ഇത് ടിയാഗോ എടുത്തേക്കണതാണ്. പ്രാക്ടിക്കലി ആർ ലാമോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇറ്റ്സ് കുറച്ചും കൂടി ഇറ്റ്സ് ഹീറോയി എന്ന് പറയും. ഹീറോയി മീനിങ് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്, പക്ഷേ ഓൾമോസ്റ്റ് അവിടെ കിട്ടുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫിഷസ് ഹിയർ. 4 പീസിന് 565 yen. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഇതുവരെ അത് മേടിച്ചിട്ടില്ല, ബട്ട് എനിവേസ് നമ്മൾ സൂഷിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണത്. ചെമ്മീൻ കണ്ടോ 327 yen ഇത്രയും ചെമ്മീനിന്. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത് 30% ഓഫാണെന്നാണ് അർത്ഥം. അതായത് ഇന്ന് അത് ഉപയോഗിച്ച് തീർക്കണം, അതാണ് അതിൻ്റെ മീനിങ്. കണ്ടോ ക്രാബിൻ്റെ ലെഗ്സും ഈ ക്രാബ് മുഴുവനോടെ വെച്ചിട്ടുണ്ട് ഇവിടെ. ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് വരുന്നത് 1.5 കിലോയ്ക്ക് 1000 yen ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് മേടിച്ചിട്ട് മീൽ പ്രെപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ സോ ദാറ്റ് കുറച്ച് നാളത്തേക്ക് അതുണ്ടാവും. ഇത് ഫുൾ ഇങ്ങനെ മീറ്റ് സെക്ഷനാണ്. ഓക്കെ, ലാമൂല് കാണാത്തൊരു സംഭവം ഈ ഫ്രോസൺ സെക്ഷനാണ്. ഇത് നമ്മുടെ ലാമൂലില്ല, അത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. ഈ റാക്കിൽ കാണുന്നത് മൊത്തം ഡയറി പ്രൊഡക്ട്സ് ആണ്. അപ്പം അവിടെ മിൽക്കാണ്, ഇവിടെ യോഗേർട്ട്, പല ടൈപ്പ് ഫ്ലേവേർഡും പല ടൈപ്പ് യോഗേർട്ട് ഉണ്ട്. ഇങ്ങോട്ട് വരാണെങ്കിൽ ബട്ടർ, ചീസ്, ക്രീം ചീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ക്രീം ചീസാണിത്. വില കണ്ടോ ഇതിൻ്റെയൊക്കെ? പിസ്സ, റെഡി ടു മേക്ക് പിസ്സ കിട്ടും ഇവിടെ. ഓ, ഇതിന് 500 yen ഉള്ളൂ. സോ ചീപ്പ്. ജസ്റ്റ് ബേക്ക് ചെയ്താൽ മാത്രം മതി. പല ഓപ്ഷൻസ് ഉണ്ട്. ബേക്കൺ, തെരിയാക്കി, മാർഗരീറ്റ. മേടിക്കുന്നുണ്ടോ? നോയമ്പ്. ഇത് ഞങ്ങളുടെ ഫേവററ്റ്. ഓ, ടിയാഗോസ് ഫേവററ്റ് ടു. ഓക്കെ, ഇത് ഭയങ്കര നമ്മുടെ ഇവിടുത്തെ ഫേവററ്റ് ബണ്ണാണ്. മേഘ അത് കഴിക്കണ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാതെ ഞാൻ സ്നാപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ബട്ടർ ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ഓൺ ദ ഗോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഈ ബണ്ണിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ട അതേ ബട്ടർ ഊസ് ഔട്ട് ചെയ്യുന്നത്. കേടായതല്ല, ഇറ്റ്സ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ബിക്കോസ് കുറേ ഉണ്ട്. യാ, സോ Sandra's favorite. It's the third time she's buying in the third week. Maybe I should stop buying. Is it sweet? This is Prashant. Croissant. Croissant? You want croissant? Is it sweet? It's not that sweet. How long does it last? For me, it lasts 2 days. For 10 of them. മേഘ ഇനെന്താ പറയാന്ന്? പ്രശാന്ത് എന്തോ ഭയങ്കര ഫേമസ് മീം ഉണ്ടെന്നാണ് പറയണത് ഇതിനെ പറ്റി. ഫുൾ നമ്മുടെ ക്യാൻഡി സെക്ഷനാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. ഇത് എന്തിന്റെ കമ്മിയാണ്? ഓ, ഫ്രോഗ്. ഗൈസ്, നോ അഡൾട്ട് കണ്ടന്റ് ഇൻ മൈ വീഡിയോ. ഓ, ഇവിടെ ബിസ്ക്കറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ട്. സീ ബിസ്ക്കറ്റ്സ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളതിന് ലൂസായിട്ട് എടുക്കാതെ. ഈ ദുറായി ക്രാൻബെറി ഉണ്ട്. എന്താ മേഘ കാണിച്ചേ? പഴം വറുത്തതുണ്ട്, വേണമെങ്കിൽ കായ വറുത്തത്. ഇത് എങ്ങനെയാ എടുക്കുക? ജസ്റ്റ് ഒന്ന് തുറന്നേ. എന്നിട്ട് ഒരു കവർ എടുക്കുക. എത്രയാണ് വേണ്ടത്? അപ്പൊ ഐ തിങ്ക് ഗ്രാം അനുസരിച്ചിട്ടാണ് സാധനം വില. വേണ്ട, ഇത് സാൻഡ്ര ജാപ്പനീസിൽ സംസാരിക്കണമെന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് 0 കാലറി നൂഡിൽസ് അല്ലെങ്കിൽ ഷിരാതാക്കി നൂഡിൽസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷിരാതാക്കി നൂഡിൽസ്. ആൻഡ് ഇതൊരു സെർവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് കംസ് വിത്ത് വാട്ടർ ഇൻസൈഡ് ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ചീപ്പ്. എത്രയാ 38 yen എങ്ങാണ്ടുള്ളൂ. അതിൻ്റെ തന്നെ വേറെ കളറുണ്ട്.
ഐ തിങ്ക് ദർ ഇസ് സം ഡിഫറൻസ്. പക്ഷേ ഒരു ബ്രൗൺ കളറിൻ്റെ ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് നമ്മുടെ ഭയങ്കര ജെല്ലി പോലത്തെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു നൂഡിലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. എനിവേസ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ദ നൂഡിൽസ്. സൺറൈസ് ഒന്ന് പിടിക്കോ? താങ്ക് യു. ബൈ. വെൽക്കം ടു അവർ ഹംബിൾ ഹോം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റും ചെയ്യണം എല്ലാവരും കാണുന്നവരൊക്കെ. ഓക്കെ, ബൈ. സീ യു ഇൻ അനദർ വീഡിയോ.